ഇന്നത്തെ മാച്ച് ലക്നൗ തോൽക്കാനാണ് രാജസ്ഥാൻ ആരാധകർ കാത്തിരുന്നത്. കാരണം ഇന്ന് ലക്നൗ തോറ്റാൽ രാജസ്ഥാൻ ഒഫീഷ്യലായിട്ട് പ്ലേ ഓഫിലെത്തും. ഇനിയുള്ള 2 മാച്ച് രാജസ്ഥാന് കളിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഡൽഹി ടീം ലക്നൗ ടീമിനെ തോൽപ്പിച്ചു. ഇതോടുകൂടി രാജസ്ഥാൻ പ്ലേ ഓഫിലെത്തി. ഇന്ന് കളി ജയിച്ച് ഋഷഭ് പന്ത് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മികച്ചൊരു ടാർഗറ്റാണ് ഡൽഹി ടീം ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ സെക്കൻഡ് ബാറ്റിങ്ങിൽ ലക്നൗ ടീമിന് ജയിക്കാൻ സാധിച്ചില്ല. ഇന്ന് കളി ജയിച്ച് ഋഷഭ് പന്ത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്കിനി പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല, എങ്കിലും ലാസ്റ്റ് മാച്ച് വിജയിച്ച് അന്തസ്സോടെ മടങ്ങണം. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഞങ്ങളിന്ന് മികച്ച വിജയം സ്വന്തമാക്കി. ഞങ്ങളും ജയിച്ചപ്പോൾ രാജസ്ഥാൻ പ്ലേ ഓഫിലെത്തി. ഈ സീസൺ IPL ഞങ്ങളെ സംബന്ധിച്ച് മോശമാണ്. ഒരു മാച്ച് മുന്നേ ഇതുപോലെ നന്നായി കളിച്ചെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ പ്ലേ ഓഫിലെത്തിയേനെ. ഇനി ഞങ്ങൾക്ക് എത്താൻ സാധിക്കില്ല. ഇന്നത്തെ മാച്ചിൽ ലക്നൗ ടീം അവസാന നിമിഷം കളി ജയിക്കുമെന്ന് തോന്നിച്ചിരുന്നു. എന്നാൽ ബൗളേഴ്സ് മികച്ച പ്രകടനം കാഴ്ചവെച്ച് കളി തിരിച്ചുപിടിച്ചു. അവസാന മാച്ചിൽ വിജയിച്ചത് ഞങ്ങളെ സംബന്ധിച്ച് സന്തോഷം തരുന്നുണ്ട്. അടുത്ത സീസണിൽ ഇതിനേക്കാൾ നല്ല കളി കാഴ്ചവെക്കുമെന്ന് ഋഷഭ് പന്ത് വ്യക്തമാക്കി. ഡൽഹി ടീമും ലക്നൗ ടീമും പുറത്തായിരിക്കുകയാണ്. ഇന്ന് ലക്നൗ ടീമിനെ തോൽപ്പിച്ചപ്പോൾ രാജസ്ഥാൻ ടീം പ്ലേ ഓഫിലെത്തി. ഇനി രാജസ്ഥാന് ഒരു മാച്ച് പോലും കളിക്കേണ്ടതില്ല. രാജസ്ഥാന് വേണ്ടി ഡൽഹി ടീം ലക്നൗ ടീമിനെ തോൽപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രാജസ്ഥാന് വേണ്ടി മാത്രമല്ല, RCBക്ക് വേണ്ടിയും. ഇന്ന് ലക്നൗ ടീം തോറ്റപ്പോൾ RCB ടീമിനും സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. അടുത്ത മത്സരത്തിൽ ജയിച്ചാൽ RCBക്കും പ്ലേ ഓഫിലെത്താം. ലക്നൗ അവസാന നിമിഷം അടിച്ചു കളിച്ചിട്ടുണ്ടായിരുന്നു. ലക്നൗ ജയിക്കുമെന്ന് എല്ലാവർക്കും തോന്നി. എന്നാൽ പിന്നീട് കളി തോറ്റു. 189 റൺസാണ് അവരെടുത്തിട്ടുണ്ടായിരുന്നത്. 19 റൺസിൻ്റെ വിജയമാണ് ഡൽഹി സ്വന്തമാക്കിയത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.